ഹായ് ഹലോ. ഇന്നപ്പോൾ റംബൂട്ടാൻ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടിരിക്കുന്നത്. തൊലി കളഞ്ഞ റംബൂട്ടാൻ, പിന്നെ കുറച്ച് പുതിനയില, ഒരു രണ്ട് നാരങ്ങ, കുറച്ച് ശംഖുപുഷ്പം, കുറച്ച് ഇഞ്ചി. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതെല്ലാം ഇവിടെയുള്ള സാധനമാണ്. പുറത്തുനിന്നുള്ള ഈ പഞ്ചസാര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായ സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ ജാറെടുത്ത് വയ്ക്കുക. അതായത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ജാറിലോട്ട് ഇടണം. പിന്നെ കുറച്ച് പഞ്ചസാര ഇത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പഞ്ചസാര ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതലിടുന്നത് പിള്ളേർക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ കുറച്ച് ശംഖുപുഷ്പം, കളറുമാണ്. പിന്നെ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതാണെന്ന്. അങ്ങനെ കളറിന് വേണ്ടി ശംഖുപുഷ്പം ഇടുന്നുണ്ട്. കുറച്ച് പുതിനയില അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ഇഞ്ചി, ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൽ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്, തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നത്. ഐസ് ക്യൂബ് ഇല്ലാത്തവർക്ക് തണുത്ത വെള്ളം ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഏകദേശം മിക്സിയിലടിച്ച് റെഡിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. പിന്നെ കുറച്ച് സൈഡിലൊക്കെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച് നമ്മൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി പിള്ളേർക്കൊക്കെ കൊടുത്ത് നോക്കാം. അവർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. എന്തായാലും നോക്കാം. കൊടുത്തിട്ട് അവരെന്തിനാണ് പറയണതെന്ന് നോക്കട്ടെ. പപ്പൂസ് വാങ്ങിച്ചിട്ടുണ്ട്, കുടിച്ച് നോക്കട്ടെ. പപ്പൂസ് എന്ത് പറയണമെന്ന് നോക്കാം. അതാ പപ്പൂസ് കൊള്ളാമെന്ന് പറഞ്ഞു. പപ്പൂസ് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. ഇനി കുഞ്ചൂസും കൂടി ഉണ്ട്. കുഞ്ചൂസും കൂടി നോക്കട്ടെ. കുഞ്ചൂസും പറഞ്ഞ് കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും വീട്ടിൽ മസ്റ്റായിട്ട് ഓക്കെ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.